السلام عليكم ورحمة الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും കരുണയും കരുതലും കാവലും വാത്സല്യവും സ്നേഹവും സുരക്ഷയുമെല്ലാം നമ്മുടെ ജീവിതത്തിൽ സദാ വർഷിക്കുകയും നിലനിൽക്കുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യക്കടലായ റബ്ബിൻ്റെ വിധിയും വിലക്കും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും ഐശ്വര്യത്തിലും ദാരിദ്ര്യത്തിലും രോഗത്തിലും ആരോഗ്യത്തിലും ഉയർച്ചയിലും വളർച്ചയിലും തകർച്ചയിലും എല്ലാം കൃത്യമായി പാലിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും ഇഷ്ടവും നേടിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നശ്വരമായ ഈ ലോക ജീവിതത്തിൻ്റെ ഓരോ നോക്കുകൾക്കും വാക്കുകൾക്കും അള്ളാഹുവിൻ്റെ കോടതിയിൽ ഉത്തരം പറയേണ്ടതുണ്ടെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ സമൂഹങ്ങൾക്കോ സംഘടനകൾക്കോ സൽപ്പേരുകൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ തുണക്കുവാനോ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനോ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റെടുക്കുവാനോ സാധിക്കുകയില്ല എന്നും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, ഓർമ്മിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അവൻ്റെ കലിമത്തിനെക്കുറിച്ചും അവൻ്റെ തൗഹീദിനെക്കുറിച്ചും അവൻ പഠിപ്പിച്ചു തന്ന ആദർശത്തെക്കുറിച്ചുമെല്ലാം പറയാനും കേൾക്കാനും അവൻ നമുക്ക് അവസരം നൽകി. നമ്മിൽ നിന്ന് റബ്ബ് ഇത് സ്വീകരിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ളൊരു കാരണമായി ഈ സദസ്സിനെ, ഈ സംസാരത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്കി തീർക്കുകയും ചെയ്യട്ടെ. എൻ്റെ മലയാളം കടുത്തു പോകുന്നില്ലല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഇല്ലേ? അല്ലെങ്കിൽ ഉണ്ടില്ലേ? ഉണ്ടോ? അവനെന്താ ഒന്നും മറുപടി പറയാത്ത നിങ്ങൾ? നമ്മൾ പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ പോയിട്ട് സലാം പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു മറുപടിയും കിട്ടൂല. അസ്സലാമു അലൈക്കും യാദാറ് 10 വട്ടം പറഞ്ഞാലും മറുപടി കിട്ടൂല. അങ്ങനെ ആവരുത്, ചോദിക്കുമ്പോൾ മറുപടി വേണ്ടേ? അപ്പം ഇൻഷാ അല്ലാഹ് മലയാളം കടുക്കുന്നുണ്ടെങ്കിൽ, മനസ്സിലാവാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കൈവക്കിയാൽ മതി. അപ്പം ഞാൻ എന്ത് ചെയ്തോളാം? നേർപ്പിച്ചോളാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും ഇംഗ്ലീഷ് പറയണോ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഐ ആം റെഡി. ഇംഗ്ലീഷ് പറയണോ? ഇൻഷാ അല്ലാഹ്. ഏതായാലും പറയാനുള്ള തൗഫീക്ക് പടച്ചവൻ്റെ അടുത്തു നിന്നാണ്, കേൾക്കാനുള്ള തൗഫീഖും പടച്ചവൻ്റെ അടുത്തു നിന്നാണ്.
മനസ്സിലാക്കാനുള്ള തൗഫീഖും ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖും ഒക്കെ അള്ളാഹിൻ്റെ അടുത്തു നിന്നാണ്. പടച്ചോനാണ് ഇതൊക്കെ തരേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭാഷയുടെ എല്ലാ അതിർവരമ്പുകളും എല്ലാ ബാരിയേഴ്സും പടച്ചോൻ നമ്മുടെ ഇടയിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. പറയുന്ന കാര്യങ്ങൾ ഹൃദയം കൊണ്ടും ചെവി കൊണ്ടും കേൾക്കുവാനും അത് ജീവിതത്തിൽ ആവശ്യത്തോടെ പകർത്താനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് എത്ര ഇഷ്ടത്തോടെയാണോ അവിടുത്തെ വചനങ്ങളും പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളും കേട്ടതും ജീവിതത്തിൽ പകർത്തിയതും, അതേപോലെ കേൾക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരു മനസ്സന്നദ്ധത, ഒരു ഹൃദയ സാധ്യത അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും നൽകുകയും ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം കാനേഷുകുമാരി കണക്കിൽ എൻ്റെയും നിങ്ങളുടെയും പേര്, അല്ലെങ്കിൽ സ്കൂളിലെ ഫോം പൂരിപ്പിക്കുമ്പോൾ എൻ്റെയും നിങ്ങളുടെയും പേര് അതിൽ മുസ്ലിം അല്ലെങ്കിൽ മാപ്പിള എന്നാക്കി എന്നതാണോ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം? അങ്ങനെ മുസ്ലിം എന്ന് പറയുന്ന എത്രയോ ആളുകൾക്ക് ലഭിക്കാത്ത, അല്ലെങ്കിൽ ഇന്നും അവർ മനസ്സിലാക്കാത്ത വലിയൊരു ഭാഗ്യം എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണത്? അഫ്ദലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും എനിക്ക് മുൻപ് കടന്നു വന്ന സകല പ്രവാചകന്മാരും പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ, ഉത്തുംഗമായ, പരിശുദ്ധമായ, ഉദാത്തമായ വചനം ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു വെക്കുന്നത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളാൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ പകർത്താൻ ഒരാൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അവനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? ഐ ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ ഒരാൾക്കും അർഹതയില്ല. ഒരു സൃഷ്ടിക്കോ ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒന്നിനും അർഹതയില്ല. അള്ളാഹുവിനെ മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹത എന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ ആദർശത്തിൻ്റെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. നമ്മൾ വളരെ ചെറുപ്പത്തിൽ നമ്മുടെ ചെറിയ മക്കളെ തൊട്ടിലാട്ടുന്ന സമയം അവർക്ക് താരാട്ട് പാടി കൊടുക്കാറുണ്ട് ഉമ്മമാർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് നമ്മൾ കേൾക്കുന്നൊരു വാക്കാണ്, നമ്മുടെ കർണപുടങ്ങളിൽ പതിച്ചൊരു വാക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടോ, നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരായിരം ആവർത്തി നാം നമ്മോട് തന്നെ ചോദിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവ് കൊണ്ട് പറയുകയും ഹൃദയത്തിൽ അല്ലാഹു അല്ലാത്ത ഒരുപാട് ഇലാഹുകളെ വെച്ച് ഉറപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ മനുഷ്യരുടെ കൂട്ടത്തിൻ്റെ ഇടയിലാണ് നമ്മളും ജീവിക്കുന്നത്, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്ത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹിതമായ ആദർശത്തിലേക്ക് കൊണ്ടുവരുമാറാകട്ടെ. അവരുടെ യഥാർത്ഥത്തിലെ മോചനം കിടക്കുന്നത് പ്രിയപ്പെട്ടവരെ ലാ ഇലാഹ ഇല്ലല്ലാഹയിലാണ്. ഇപ്പോൾ നമുക്കറിയാലോ, മുസ്ലിങ്ങൾക്ക് ലോകത്ത് മുഴുവൻ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തൊക്കെയോ പ്രതിസന്ധികൾ, എന്തൊക്കെയോ കുഴപ്പങ്ങൾ എല്ലാം മുസ്ലിങ്ങൾക്കുണ്ട്. ഈ പ്രശ്നങ്ങളുടെ എല്ലാം, ഈ പ്രതിസന്ധികളുടെ എല്ലാം പരിഹാരം എവിടെയാണ്? പലരും പല പരിഹാരങ്ങളാണ് പറഞ്ഞു തരിക. ചിലർ പറയും വിദ്യാഭ്യാസം ഒരുപാട് നേടണം, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, സയൻസിൽ ഉയരണം, AI ഉയരണം, റോബോട്ടിക്സിൽ ഉയരണം. ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. മുസ്ലിം ഉമ്മത്തിനെ എംപവർ ചെയ്യാനുള്ള, അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികളുടെ ഭാഗമാണ് ഈ വിദ്യാഭ്യാസമായാലും ഈ പദ്ധതികളായാലും എല്ലാം. പക്ഷേ മുസ്ലിം ഉമ്മത്തിൻ്റെ മോചനത്തിൻ്റെ അടിസ്ഥാനം കിടക്കുന്നത് എവിടെയാണ്? എവിടെയാണ് ആ മോചനം തുടങ്ങുന്നത്? സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ സൂറത്തു നൂറിൻ്റെ 55-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി എവിടെയാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ മോചനം അല്ലാഹു വെച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്താണ് അല്ലാഹു പറയുന്നത്? വഅദല്ലാഹുൽ ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത്. അല്ലാഹു ഇതാ വാഗ്ദാനം തരികയാണ്, അല്ലാഹു ഇതാ വഅദ തരികയാണ്. അല്ലാഹുവിൻ്റെ വഅദയുടെ പ്രത്യേകത എന്താണ്? ഫലൻ യുഖ്ലിഫല്ലാഹു വഅദ. അല്ലാഹു അവൻ്റെ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല. അല്ലാഹു അവൻ്റെ വഅദ ഒരിക്കലും ലംഘിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ വാഗ്ദാനം എന്താണ്? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർദ് കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അധികാരം വേണോ?
നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ആധിപത്യം വേണോ? മുസ്ലിം നാടുകളിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുകയാണ്, പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്, അടിച്ചമർത്തപ്പെടുകയാണ്, അവകാശങ്ങൾ അപഹരിക്കപ്പെടുകയാണ്, സ്വന്തം വീട്ടിൽ നിന്ന് പുറന്തള്ളപ്പെടുകയാണ്, സ്വന്തം നാട്ടിൽ സ്വാതന്ത്ര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ അവസരമില്ലാത്ത എത്രയോ മുസ്ലിം നാടുകളുണ്ട്. അവിടെയെല്ലാം നിങ്ങളുടെ മുൻഗാമികളായ ആളുകൾക്ക് ഈ ലോകത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന പ്രദേശം കീഴ്പ്പെടുത്തി കൊടുത്തതുപോലെ നിങ്ങൾക്കും നാം കീഴ്പ്പെടുത്തി തരാം. ഈ ലോകത്തിൻ്റെ അധികാരം നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ നൽകാം. ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, എണ്ണിയാൽ ഒടുങ്ങാത്ത മതങ്ങൾ ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ ഇന്ത്യ രാജ്യത്ത് തന്നെ ഒരുപാട് മതങ്ങളുണ്ട്. അള്ളാഹു പറയുന്നു, പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു നൽകിയ ഈ മതമുണ്ടല്ലോ, ആ മതത്തിന് പ്രാബല്യം നൽകാം, പ്രാധാന്യം നൽകാം, ഇസ്ലാമിന് പ്രാധാന്യം നൽകാം. ഏതാണ് അള്ളാഹു തൃപ്തിപ്പെട്ട് നൽകിയ മതം? റളിതു ബില്ലാഹി റബ്ബാ വബിൽ ഇസ്ലാമി ദീനാ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയാ. രാവിലെയും വൈകുന്നേരവും നമ്മോട് പറയാൻ കൽപ്പിച്ച പ്രാർത്ഥനയാണിത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നിങ്ങളുടെ ദീന് നിങ്ങൾക്ക് പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, പരിശുദ്ധ ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി നാം തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ടവരെ, ഈ തൃപ്തിപ്പെട്ടു നൽകപ്പെട്ട ഈ മതമുണ്ടല്ലോ, ആ മതത്തിന് പ്രാബല്യം നൽകാമെന്നാണ് പറയുന്നത്. അള്ളാഹു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നൽകിയ ഈ ദീനുണ്ടല്ലോ, ഈ ദീനിന് ലോകത്ത് പ്രാബല്യം നൽകാം. ഒരുപാട് ഭയപ്പാടുകൾക്ക് ശേഷം കൃത്യമായ നിർഭയത്വം ഞാൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യാം. പകരമായി എന്താണ് വേണ്ടത്? നിങ്ങൾ മിസൈൽ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, അണ്വായുധങ്ങൾ ഉണ്ടാക്കണമെന്നല്ല പറഞ്ഞത്, സൈനിക ശക്തി പരിപോഷിപ്പിക്കണമെന്നല്ല പറഞ്ഞത്. ഇതൊന്നുമല്ല പടച്ചറബ് പറഞ്ഞത്. എന്താണ് അള്ളാഹു പറഞ്ഞത്? നിങ്ങൾക്ക് അധികാരം കിട്ടണോ, നിങ്ങൾക്ക് പ്രാബല്യം കിട്ടണോ, നിങ്ങൾക്ക് നിർഭയത്വം കിട്ടണോ, ഈ പറഞ്ഞ സംഗതികൾ മുഴുവൻ നിങ്ങളിലേക്ക് എത്തിച്ചേരണോ, ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. നിങ്ങൾ എന്നെ ആരാധിക്കുക, എന്നെ നിങ്ങൾ ആരാധിക്കുക. ലാ യുശ്രികൂന ബി ശൈആ. എന്നിൽ ഒന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക, ഒന്നിനെയും എന്നിൽ പങ്കു ചേർക്കാതെ ശിർക്ക് ചെയ്യാതെ എന്നെ നിങ്ങൾ ആരാധിക്കാൻ തുടങ്ങിയാൽ ഈ പറയുന്ന സംഗതികളെല്ലാം അതിൻ്റെ ബൈ പ്രൊഡക്റ്റുകളായി നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ മോചനത്തിൻ്റെ ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് തൗഹീദിലേക്ക് തിരിച്ചു വരിക എന്നതാണ്. മുസ്ലിം ഉമ്മത്തിനെ ലോകം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ രോഗമെന്ന് പറയുന്നത് ഷിർക്കിൽ അകപ്പെട്ടു പോയതാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന, ബഹുദൈവാരാധന എന്ന, അള്ളാഹുവിന് മാത്രം നൽകേണ്ട അവകാശം മറ്റുള്ളവർക്ക് നൽകപ്പെട്ടു എന്ന ആ അപരാധമാണ് മുസ്ലിം ഉമ്മത്തിനെ ലോകം മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളുടെ മുഴുവനും കാരണം അവർ അള്ളാഹുവിൽ നിന്ന് തിരിഞ്ഞു പോയതാണ്. പടച്ചറബിനെ വിളിച്ച് മറ്റു പല ആശ്രയങ്ങളിലേക്കും അവലംബങ്ങളിലേക്കും തിരിഞ്ഞുപോയി എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്ക്, ഈ ലോകത്ത് ആദ്യമായി തൗഹീദ് തകർന്നു പോകുന്നത് എങ്ങനെയാണ്, ആദ്യമായി ശിർക്ക് കടന്നു വരുന്നത് എങ്ങനെയാണ്, കൃത്യമായി പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകളുടെ തഫ്സീറിൽ നമുക്ക് കാണാൻ കഴിയും. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് പറയുന്നുണ്ട്, വഖാലൂ ലാ തദറുന്ന ആലിഹതകും വലാ തദറുന്ന വദ്ദം വലാ സുവാഅൻ വലാ യഗൂസ വയഊഖ വനസ്റാ വഖദ് അദല്ലൂ കതീറാ വലാ തസിദിൽ ളാലിമീന ഇല്ലാ ളലാലാ. മനുഷ്യചരിത്രത്തിലെ ഒന്നാമത്തെ ഷിർക്കിൻ്റെ അധ്യായമാണ്. മനുഷ്യചരിത്രത്തിൽ ആദ്യമായി ഷിർക്ക് കടന്നു വന്നത് എങ്ങനെയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വിവരിച്ചു തരികയാണ്. നൂഹ് നബി അദ്ദേഹത്തിൻ്റെ സമുദായത്തോട് പറയുകയാണ്, നിങ്ങൾ വിട്ടുകളയുകയില്ല, വദ്ദിനെയും സുവാഇനെയും യഊഖിനെയും യഗൂസിനെയും നസ്റിനെയും അടങ്ങുന്ന അള്ളാഹുവിന് പുറമെയുള്ള നിങ്ങളുടെ ഇലാഹുകളുണ്ടല്ലോ, ഈ ഇലാഹുകളെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ തയ്യാറാവുകയില്ല, ഈ ഇലാഹുകളെ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറാവുകയില്ല.
പ്രിയപ്പെട്ടവരെ, ഈ ഇലാഹുകൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ കടന്നു വന്നത്? പരിശുദ്ധ ഖുർആനിൽ ഇബ്നു കസീറിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആരാണ് ഈ വദ്, ആരാണ് ഈ സുവാ, ആരാണ് ഈ യഗൂസ്, യഊഖ്, നസ്ർ, ഈ 5 പേർ ആരാണെന്ന് വളരെ കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചു വെക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? ഹാദിഹി അസ്മാഉ റിജാലിൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽപ്പെട്ട നല്ല മനുഷ്യരായിരുന്നു, സച്ചരിതരായ മനുഷ്യരായിരുന്നു ഈ പറയുന്ന ആളുകളെന്ന് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ കൃത്യമായി കൊടുക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ്. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഫലമ്മ ഹലകൂ, അങ്ങനെ ഈ നല്ല മനുഷ്യർ മരിച്ചുപോയപ്പോ, വദ്ദൊരു നല്ല മനുഷ്യനായിരുന്നു, സുവാ ഒരു നല്ല മനുഷ്യനായിരുന്നു, അള്ളാഹുവിനെ ആരാധിച്ച് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. ഫലമ്മ ഹലകൂ, അങ്ങനെ ഈ മനുഷ്യർ മരണപ്പെട്ടു പോയപ്പോ പിശാചത കടന്നു വരികയാണ്, ശൈത്താനത കടന്നു വരികയാണ്. എന്നിട്ട് ശൈത്താൻ ചെയ്യുന്നത് എന്താണെന്നറിയുമോ? ഔഹശൈത്താനു ഇലാ ഖൗമിഹിം, ആ സമുദായത്തിലേക്ക് പിശാചത ദുർബോധനം നടത്തുകയാണ്. എന്താണ് ദുർബോധനം നടത്തുന്നത്? അൻ അൻസിബു ഇലാ മജാലിസിഹിം അല്ലതി കാനൂ യജ്ലിസൂന അൻസ്വാബൻ. ഈ വദ്ദിരുന്നിരുന്ന, സുവാ ഇരുന്നിരുന്ന, യഗൂസ് ഇരുന്നിരുന്ന, ഈ നല്ല മനുഷ്യരിരുന്നിരുന്ന അവരുടെ ഇരിപ്പ് സ്ഥാനങ്ങളുണ്ടല്ലോ, അവരുടെ ഇരിപ്പിടങ്ങളുണ്ടല്ലോ, ആ ഇരിപ്പിടങ്ങളിൽ അവരുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കുക, അവരുടെ കോലങ്ങൾ ഉണ്ടാക്കി വെക്കുക. എന്തിനാണ്? അവരുടെ ഓർമ്മ പുതുക്കുന്നതിന് വേണ്ടിയാണ്, അവരെക്കുറിച്ചുള്ള സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയാണ്. എന്തിനാണ് പിശാച് ഇത് പറഞ്ഞത്? നിങ്ങളൊരു തിന്മ ചെയ്യുമ്പോൾ ഈ ബിംബം കണ്ടു കഴിഞ്ഞാൽ ആ തിന്മ ചെയ്യാൻ നിങ്ങൾക്ക് തോന്നില്ല. നിങ്ങൾ അധർമ്മത്തിലേക്ക് പോകുമ്പോൾ ഈ ബിംബം കണ്ടു കഴിഞ്ഞാൽ ആ അധർമ്മത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ നന്മയിൽ നിന്ന് പിന്തിരിയുമ്പോൾ ഈ ബിംബങ്ങൾ കണ്ടു കഴിയുമ്പോൾ ആ നന്മ ചെയ്യാനുള്ള ആവേശം നിങ്ങൾക്ക് തിരിച്ചു വരുമെന്ന വ്യാജേന പിശാചത ആ മനുഷ്യരോട് ഈ പറയുന്ന ആളുകളുടെ ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കാൻ പറയുകയാണ്. ഫഫഅലൂ ഫലം തുഅബദ്, അവരത് ബിംബങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ആ ബിംബം ഉണ്ടാക്കിയ മനുഷ്യർ ഒരിക്കലും അതിനെ ആരാധിച്ചില്ല, ഒരു വട്ടം പോലും അതിനെ ആരാധിച്ചില്ല. ഹത്താ ഇദാ ഹലക ഉലൈക, ആ ബിംബം ഉണ്ടാക്കിയ ജനതയുണ്ടല്ലോ, ആ ജനതയുടെ മരണം വരെ ആരും ആ ബിംബങ്ങളെ ആരാധിച്ചില്ല, ആരും ആ ബിംബങ്ങളുടെ മുന്നിൽ കൈകൂപ്പിയില്ല, ആരും ആ ബിംബങ്ങളുടെ മുന്നിൽ സുജൂദ് ചെയ്തില്ല, ആരും ആ ബിംബങ്ങളോട് സങ്കടം പറഞ്ഞില്ല. അങ്ങനെ ഈ ജനത മരണപ്പെട്ടപ്പോ, ഈ ബിംബമുണ്ടാക്കി വെച്ച ജനത മരണപ്പെട്ടപ്പോ എങ്ങനെയാണ് ഈ ബിംബമുണ്ടായത് എന്നതിനെ കുറിച്ചുള്ള ഇൽമ എടുത്തു കളയപ്പെടുകയാണ്. അങ്ങനെ ആ ബിംബങ്ങൾ ആരാധിക്കപ്പെടാൻ തുടങ്ങുകയാണ്. മആദല്ലാഹ്. ആരായിരുന്നു വദ്ദും സുവാഉം തുടങ്ങുന്ന നൂഹ് നബിയുടെ ജനതയുടെ ആരാധകർ? ആരായിരുന്നു അവർ? ഔലിയാക്കളായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ അല്ലാഹുവിൻ്റെ വലിയകളായിരുന്നു, സച്ചരിതരായ മനുഷ്യനായിരുന്നു. അവരുടെ സമകാലികരായ ആളുകൾക്ക് മാതൃകായോഗ്യമായ ജീവിതം കാഴ്ചവെച്ചവരായിരുന്നു. പക്ഷെ അവർ മരണപ്പെട്ടപ്പോൾ അതേ നല്ല മനുഷ്യർ വെച്ചിട്ട് പിശാചത അവരുടെ പിൻതലമുറയെ വഴിതെറ്റിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നും അത് തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, CM മടവൂര് തുടങ്ങുന്ന ഒട്ടനവധി ഔലിയാക്കളെ കുറിച്ച് ഒരുപാട് കഥകൾ പറയുകയാണ്, ഒരുപാട് സംഭവങ്ങൾ പറയുകയാണ്. പക്ഷേ ഈ മനുഷ്യർ മരണപ്പെടാതെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ കഥകളൊന്നും ആർക്കും അറിയുമായുണ്ടായിരുന്നില്ല, ആരും അറിഞ്ഞിരുന്നില്ല. CM മടവൂര് ജീവിക്കുന്ന സമയത്ത്, കോഴിക്കോട് ജില്ലയിലെ CM മടവൂര് ജീവിച്ചിരിക്കുന്ന സമയത്ത് മംഗലാപുരത്തുള്ള ഒരാൾ CM മടവൂരിനെ വിളിച്ചില്ല, കാസർഗോഡുള്ള ഒരാൾ CM മടവൂരിനെ വിളിച്ചില്ല, കണ്ണൂരിലുള്ള ഒരാൾ CM മടവൂരിനെ വിളിച്ചില്ല. പക്ഷേ അദ്ദേഹം മരണപ്പെട്ട് കഴിഞ്ഞപ്പോ പറയപ്പെടുകയാണ് മുദബ്ബിറുൽ ആലം CM മടവൂരാണ്. ഇതിങ്ങനെ തുടങ്ങി രോഗം, കല്യാണം നടത്തി തരുന്നത്, ബിസിനസ് ഉഷാറാക്കുന്നത്, കടങ്ങൾ തീർത്തു തരുന്നത്, സങ്കടങ്ങൾ മാറ്റിത്തരുന്നത്, ഈ ലോകത്ത് എന്തൊക്കെ നിലവിലുണ്ടോ അതെല്ലാം നടത്തി തരുന്നത് CM മടവൂരാണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, CM മടവൂർ എന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. അങ്ങനെ ഒരുപാട് ഇലാഹുകൾ, ഒരുപാട് ആരാധ്യന്മാർ മുവഹിദുകളായ തൗഹീദ് ഉൾക്കൊണ്ട മുസ്ലിം ഉമ്മത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണോ നൂഹ് നബി അലൈഹി
അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിലേക്ക് ശിർക്ക് വന്നത് അതേ രൂപത്തിൽ തന്നെയാണ്, അതേ വേഗതയിൽ തന്നെയാണ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് നെഞ്ചിലേറ്റിയ മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലേക്ക് ശിർക്ക് കടന്നു വരുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് പുറമെ നാം വിളിക്കുന്ന വിളിയാളന്മാരുണ്ടല്ലോ, അള്ളാഹുവിന് പുറമെ നാം സങ്കടം പറയുന്ന ആളുകളുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവർ നമ്മുടെ ഇലാഹുകളാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മളവരെ ഇലാഹി എന്ന് വിളിച്ചാലും ശരി, വിളിച്ചിട്ടില്ലെങ്കിലും ശരി, ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജീവിതത്തിൽ സങ്കടം വരുമ്പോൾ, ജീവിതത്തിൽ ഭൗതികമായ എല്ലാ മാർഗങ്ങളും കെട്ടുപോകുമ്പോൾ, എല്ലാ വാതിലുകളും അടഞ്ഞു പോകുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് മാത്രമേ സഹായിക്കാൻ കഴിയൂ എന്ന അവസ്ഥ വന്നു ചേരുമ്പോൾ, ആ അവസ്ഥയിൽ പോലും മുയ്ദി ഷെയ്ഖിനെ വിളിക്കുന്ന, മമ്പറച്ച തങ്ങളെ വിളിക്കുന്ന, ബദരീങ്ങളെ വിളിക്കുന്ന, ഉഹ്ദീങ്ങളെ വിളിക്കുന്ന, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെയും സ്വാലിഹീങ്ങളെയും ശുഹദാക്കളെയും വിളിക്കുന്ന മനുഷ്യരുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, അവർ യഥാർത്ഥത്തിൽ ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന ശുഹദാക്കളും സ്വാലിഹീങ്ങളും ബദരീങ്ങളും ഉഹ്ദീങ്ങളും ഏതൊരു വഴിയിലാണോ സഞ്ചരിച്ചത് ആ വഴിയുടെ നേരെ വിപരീത ദിശയിലേക്കാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റാണ് അവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ചു തേടുന്നതിൻ്റെ ദുരന്ത ഫലങ്ങൾ എന്തൊക്കെയാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. 4 ദുരന്തങ്ങളാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് പുറമെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ 4 പ്രശ്നങ്ങളാണ് പ്രധാനമായും അതിലുള്ളത്. അതിലൊന്നാമത്തേത് എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? ഒന്നാമത്തെ വിഷയമെന്ന് പറയുന്നത്, അള്ളാഹുവിന് പുറമെ നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ, മരണപ്പെട്ടുപോയ ഒരു മനുഷ്യനെ വിളിക്കുമ്പോൾ, മരണപ്പെട്ടുപോയ ഒരു മഹാത്മാവിനെ വിളിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത്, നമുക്ക് കാഴ്ചയുണ്ട് അയാൾക്ക് കാഴ്ചയില്ല, നമുക്ക് കേൾവിയുണ്ട് അയാൾക്ക് കേൾവിയില്ല, നമുക്ക് നടക്കാനുള്ള കഴിവുണ്ട് അയാൾക്ക് നടക്കാനുള്ള കഴിവില്ല, നമ്മേക്കാൾ നിസ്സഹായരായ, നമ്മുടെ കഴിവുകൾ പോലും ഇല്ലാത്ത മനുഷ്യരെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, നമ്മൾ വിളിച്ചു തേടുന്നത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും മരണത്തിന് ശേഷം തൻ്റെ ഉമ്മത്തിനെ സഹായിക്കാൻ കഴിഞ്ഞിട്ടില്ല. എത്ര ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാന്റെ റസൂലിന്റെ സഹാബത്ത് എത്ര കൃത്യമായി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷമാണ് ജമൽ യുദ്ധം നടക്കുന്നത്, സുഫീൻ യുദ്ധം നടക്കുന്നത്. മുസ്ലിങ്ങൾ 2 ചേരികളായി തിരിഞ്ഞുകൊണ്ട് നടന്ന യുദ്ധമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിൽ എത്രമാത്രം വേദനയുണ്ടാക്കുന്ന സംഗതിയാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? മുസ്ലിങ്ങൾ തമ്മിലടിക്കുക എന്നത്, മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിലുള്ള ഐക്യം തകർന്നു പോകുക എന്നത് പ്രവാചകന്റെ മനസ്സിൽ അങ്ങേയറ്റം വേദനയുണ്ടാക്കുന്ന കാര്യമാണ്, അങ്ങേയറ്റം പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. ഒരു തവണ ഒരു ജൂതൻ ഒരു ഫിർഖ് ഉണ്ടാക്കിയിട്ടുണ്ട് ഉമ്മത്തിനിടയിൽ. ഔസും ഖസ്റജും എന്ന് പറയുന്ന 2 വലിയ ഗോത്രങ്ങൾ, മദീനയിലെ മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യർ. ഔസും ഖസ്റജും ഇസ്ലാമിന്റെ വരവിന് ശേഷം അവർ തമ്മിൽ നടത്തിക്കൊണ്ടിരുന്ന യുദ്ധങ്ങൾ അവസാനിക്കുകയാണ്, പോരാട്ടങ്ങൾ അവസാനിക്കുകയാണ്. ഒരു ജൂതനതാ, ആ ജൂതന്റെ ഷാസിബിന് ഖൈസ് എന്ന് പറയുന്ന ജൂതൻ, ആ ജൂതന്റെ വൃത്തനെയും കൊണ്ട് നടന്നു പോകുമ്പോൾ ഒരു താഴ്വരയിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാർ ഏതാണ് ഔസ് എന്നോ ഏതാണ് ഖസ്റജ് എന്നോ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ അവരെങ്ങനെ ഒരുമിച്ച് ചേർന്ന് ഇടകലർന്ന് നിൽക്കുന്നത് കണ്ടപ്പോ ആ ജൂതൻ ഈ യുവാവിനോട് പറയുകയാണ്, ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് നിനക്ക് കാണണോ? ഇവർ തമ്മിൽ പോരാടുന്നത് നിനക്ക് കാണണോ? പ്രിയപ്പെട്ടവരെ, ആ സമയം ആ ഭൃത്യൻ ചോദിക്കുകയാണ്, എങ്ങനെ? ഇത്രയും ഐക്യത്തിൽ നിൽക്കുന്ന മനുഷ്യർ, ഇത്രയും യോജിപ്പിൽ നിൽക്കുന്ന മനുഷ്യർ, എങ്ങനെയാണ് ഇവർ യുദ്ധം ചെയ്യുക? ആ സമയത്ത് ഈ ഷാസിബിന് ഖൈസ് എന്ന് പറയുന്ന ജൂതനത കുറച്ച് കവിതകൾ എഴുതി കൊടുക്കുകയാണ്. ആ കവിതകൾ പണ്ട് അവർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത് അവരവരുടെ ഗോത്രങ്ങളെ ആവേശം കൊള്ളിക്കുന്നതിന് വേണ്ടി മറുഗോത്രത്തെ ഇകഴ്ത്തിക്കൊണ്ടും സ്വന്തം ഗോത്രത്തെ പുകഴ്ത്തിക്കൊണ്ടും എഴുതി വെച്ച കവിതകളാണ്. ആ കവിതകൾ അവർക്കിടയിൽ ചെന്നുകൊണ്ട് ഉറക്ക വായിക്കാൻ ഈ ജൂതൻ പറയുകയാണ്. പറഞ്ഞതനുസരിച്ച് ഈ യുവാവ് ഈ ഔസ് ഖസ്റജ് ഗോത്രത്തിനിടയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ പഴയ അവരുടെ യുദ്ധത്തിന്റെ കാലഘട്ടത്തിലെ കവിതകൾ അങ്ങനെ വായിക്കാൻ തുടങ്ങുകയാണ്. ആ കവിത അങ്ങനെ വായിക്കാൻ തുടങ്ങുമ്പോൾ ആ മനുഷ്യരതാ 2 ഗോത്രങ്ങളായി പിരിയുകയാണ്. ഔസ് ഒരു ഭാഗത്തേക്കും ഖസ്റജ് ഒരു ഭാഗത്തേക്കും തിരിയുകയാണ്. അല്പം വൈകാതെ അവരതാ ഊരിപ്പിടിച്ച വാളുമായി പരസ്പരം ആക്രോശിക്കാൻ തുടങ്ങുകയാണ്. യുദ്ധത്തിന്റെ വക്കിലെത്തുകയാണ്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികളിൽപ്പെട്ട ഒരാൾ പ്രവാചകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നുകൊണ്ട് വിവരമറിയിക്കുകയാണ്,
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശരവേഗത്തിൽ ഓടിക്കൊണ്ടവിടേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, എൻ്റെ കാലത്തോ എൻ്റെ ദഅവത്ത് ഇവിടെ നിലച്ചിട്ടില്ല, എൻ്റെ കാലം ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. അതിനു മുന്നേ ഉമ്മത്തെ നിങ്ങൾ പരസ്പരം വാളെടുക്കുകയാണോ, പരസ്പരം പോരടിക്കുകയാണോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരിൽ കുതിർന്ന ചോദ്യവുമായി അവരെ നേരിട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ, ഊരിപ്പിടിച്ച വാളുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ആ മനുഷ്യർ വീണ്ടും ഒന്നാവുകയാണ്, ഐക്യത്തിലേക്ക് തിരിച്ചു വരികയാണ്, യോജിപ്പിലേക്ക് തിരിച്ചു വരികയാണ്. രണ്ട് ഗോത്രങ്ങൾ തമ്മിൽ ഗോത്രപ്പകയോടെ യുദ്ധം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ ഗോത്രങ്ങളെ ഒരുമിപ്പിക്കാൻ ജീവിതകാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. അള്ളാന്റെ റസൂലിന് അത്രമാത്രം വേദനിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൽ കിടക്കുന്ന സമയം ഹിജ്റ 11-ാമത്തെ വർഷം അള്ളാന്റെ റസൂലിന്റെ വിയോഗത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിൽ നടന്ന വലിയ രണ്ട് യുദ്ധങ്ങളാണ് ജമൽ യുദ്ധവും സുഫീൻ യുദ്ധവും. ഈ സുഫീൻ യുദ്ധത്തിൽ നടന്ന പല സംഭവങ്ങളും വിവരിക്കപ്പെടുന്നുണ്ട് ചരിത്രത്തിന്റെ ഗ്രന്ഥത്തിൽ. സുഫീൻ യുദ്ധം തുടങ്ങാൻ പോകുന്ന സമയത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തന്റെ മറുഭാഗത്തിരിക്കുന്ന ആളുകളോട് പറയുന്നുണ്ട്, യാ ഇഖ്വതി, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, ഇന്നലെ പോലും നമ്മൾ സഹോദരന്മാരായിരുന്നു, ഇന്നിതാ നാം പരസ്പരം പോരടിക്കാൻ പോകുകയാണ്. ഞാൻ മുൽത്തറായ അവസ്ഥയിലാണ് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. എൻ്റെ റബ്ബേ, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ എന്ന് പറഞ്ഞിട്ടാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു സുഫീനിന്റെ രണഭൂമിയിലേക്ക് വരുന്നത്. പ്രിയപ്പെട്ടവരെ, മാത്രമല്ല മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ആളുകൾ, ഒരു സ്വഹാബി, അതുപോലെ തന്നെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ പക്ഷത്തുള്ള ഒരു സ്വഹാബി, ഇവർ രണ്ടുപേരും ഊരിപ്പിടിച്ച വാളുമായി പരസ്പരം നേരിടാനൊരുങ്ങുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ മറ്റൊരാളെ ഉണർത്തുകയാണ്, സഹോദരാ, എങ്ങനെയാണ് നാം പരസ്പരം പോരടിക്കുക, എങ്ങനെയാണ് നാം പരസ്പരം യുദ്ധം ചെയ്യുക? അള്ളാന്റെ റസൂലിന്റെ പിന്നിൽ ഒരേ സഫിൽ നിന്നുകൊണ്ട് കാലുകൾ അടുപ്പിച്ചു വെച്ചുകൊണ്ട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ പാതയിൽ നീ ഞങ്ങളെ നയിക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ച നമ്മൾ എങ്ങനെയാണ് നമുക്ക് യുദ്ധം ചെയ്യാൻ കഴിയുക? അവർ രണ്ടുപേരും വാള് വലിച്ചെറിയുകയാണ്. എന്നിട്ട് അവരതാ കെട്ടിപ്പിടിക്കുകയാണ്, ആലിംഗനം ചെയ്യുകയാണ്. അവരാ കെട്ടിപ്പിടിച്ച അവസ്ഥയിൽ ഒരാളുടെ പിറകിൽ നിന്ന് മറ്റൊരാൾ വാള്, ഒരാളുടെ പിറകിൽ നിന്ന് വേറൊരാൾ വാള് കുത്തുകയാണ്. ആ കെട്ടിപ്പിടിച്ച അവസ്ഥയിൽ തന്നെ രണ്ട് സ്വഹാബികളും മരണപ്പെട്ടു പോകുന്ന കാഴ്ച, ആ ഒരു സംഭവം സുഫീനിന്റെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ജമാഅത്തിന് സമയമാകുമ്പോൾ യുദ്ധം നിർത്തിവെച്ചുകൊണ്ട് ഒരു ഇമാമിന്റെ കീഴിൽ അവരെല്ലാവരും നമസ്കരിച്ചിരുന്നു. എല്ലാവരും മയ്യിത്തായി കഴിഞ്ഞാൽ മയ്യിത്ത് നമസ്കാരത്തിന്റെ സമയത്ത് ആ മയ്യിത്ത് നമസ്കാരത്തിന് വേണ്ടി നേതൃത്വം കൊടുക്കുക ഏതെങ്കിലും ഒരാളായിരിക്കും. ശത്രുപക്ഷത്താണെങ്കിലും സ്വന്തം പക്ഷത്താണെങ്കിലും മയ്യിത്ത് നമസ്കാരം എല്ലാവരും ഒരുമിച്ചായിരുന്നു നിർവഹിച്ചിരുന്നത്. ഗനീമത്ത് സ്വത്ത് പോലും എടുത്തിരുന്നില്ല. ഇസ്ലാമിൻ്റെ നിയമങ്ങളിൽ, പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിന് ശേഷം മുസ്ലിം ഉമ്മത്തിന് ലോകത്തിന് പരിചയമില്ലാത്ത സംഭവങ്ങൾ നടമാടിയ രംഗമാണ് സുഫീൻ യുദ്ധം എന്ന് പറയുന്നത്. ഈ സുഫീൻ യുദ്ധത്തിൻ്റെ സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള മുസ്ലിങ്ങൾ അങ്ങേയറ്റം വേദന അനുഭവിച്ചിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അങ്ങേയറ്റം കഷ്ടപ്പാടും പ്രയാസവും ഹമ്മും അനുഭവിച്ചിരുന്നു. ഏതെങ്കിലും ഒരു സമയത്ത് യാ റസൂലല്ലാഹ്, ഇതിനൊരു പരിഹാരം അങ്ങ് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞതായി സുഫീനിന്റെ ചരിത്രത്തിൽ ബാലിശമായ റിപ്പോർട്ടുകളെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? ദുർബലമായ റിപ്പോർട്ടുകളെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? ജമൽ യുദ്ധത്തിൽ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ നയിച്ച ജമൽ യുദ്ധം, ആ യുദ്ധത്തിൽ പോലും എൻ്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിങ്ങൾ തമ്മിൽ പോരാടുമ്പോൾ ഈ ഉമ്മത്തിനിടയിലുള്ള പ്രശ്നം പരിഹരിക്കണേ അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞിട്ട് ആ പ്രവാചകനോട് ചോദിച്ചതായി, ആ പ്രവാചകനോട് തേടിയതായി ഒരൊറ്റ സംഭവമെങ്കിലും, ഒരു ഉദാഹരണമെങ്കിലും കാണിച്ചു തരാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ, ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാന്റെ റസൂലിന്റെ തിരുവായിൽ നിന്ന്, അവിടുത്തെ മുന്നിൽ നിന്ന് ദീന് പഠിച്ച സ്വഹാബികൾ മനസ്സിലായിരുന്നു പ്രവാചകൻ മരണപ്പെട്ടു പോയി. ഇനി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇലാ യൗമിൽ ഖിയാമ, അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് വരെ, ശഫാഅത്തിന് അനുമതി നൽകുന്നത് വരെ ഒരു കാര്യത്തിലും ഇടപെടാൻ കഴിയില്ല, ഒരു പ്രശ്നത്തിനും പരിഹാരം നൽകാൻ കഴിയില്ല. അള്ളാന്റെ റസൂല് വിഷമത്തിലാണെന്ന് ആ സ്വഹാബികൾ ഒന്നടങ്കം മനസ്സിലാക്കിയിരുന്നു. സുഫീൻ യുദ്ധത്തിൽ അലി പക്ഷത്തുള്ളവരും മുആവിയ പക്ഷത്തുള്ളവരും ഒരുപോലെ മനസ്സിലാക്കിയിരുന്നു റളിയല്ലാഹു അൻഹുമാ.
പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇത്ര കൃത്യമായി ആ പ്രവാചകന്റെ അനുചരന്മാരുടെ ജീവിതത്തിൽ എത്ര വ്യക്തമായിട്ടാണ് ഈ ആശയം പഠിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ സൂറത്തുൽ ഹൂദിന്റെ 31-ാമത്തെ ആയത്തിലൂടെ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു പ്രഖ്യാപനം അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ആ പ്രഖ്യാപനം? നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വലാ അഖൂലു ലക്കും ഇൻദി ഖസാഇനുല്ലാഹ് വലാ അഅലമുൽ ഗൈബ് വലാ അഖൂലു ലക്കും ഇന്നി മലക്. ഞാൻ നിങ്ങളോട് പറയുന്നില്ല ഞാൻ അല്ലാഹുവിൻ്റെ മാലാഖയാണെന്ന് പറയുന്നില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ഭൂമിയുടെ താക്കോല് ഖജനാവിൻ്റെ താക്കോൽ എൻ്റെ കയ്യിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. വലാ അഅലമുൽ ഗൈബ്, ഞാൻ അദൃശ്യവനാണെന്നും ഞാൻ പറയുന്നില്ല. ഇതാര് പറഞ്ഞിട്ട് പറയാണ്? അള്ളാഹു പറഞ്ഞിട്ട് പറയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം പറയാണ്. ആരാണ് ഈ പറയുന്നത്? ലോകത്ത് കടന്നു വന്ന 9 നൂറ്റാണ്ടിലധികം അള്ളാഹുവിൻ്റെ ദഅവത്തിന് വേണ്ടി തൻ്റെ ആയുസ് ചെലവഴിച്ച നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് പറയുന്നത്, വലാ അഅലമുൽ ഗൈബ്, ഞാൻ അദൃശ്യമറിയുകയില്ല, മറഞ്ഞ കാര്യം അറിയുകയില്ല എന്ന് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രഖ്യാപിക്കുകയാണ്. എത്രയെത്ര ഉദാഹരണങ്ങളാണ് പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തെ ഉദാഹരണം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹൂദിന്റെ 69-70 ആയത്തുകളിൽ അല്ലാഹു വിശദീകരിച്ചു തരുന്നുണ്ട്. വലഖദ് അർസൽനാ റുസുലനാ ഇലാ ഇബ്രാഹീമ ബിൽ ബുശ്റാ, എൻ്റെ ദൂതന്മാരെ, അതായത് മലക്കുകളെ ഇബ്രാഹീമിലേക്ക്, ഇബ്രാഹിമിന്റെ അടുത്തേക്ക് അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷ വാർത്തയുമായി ഞാൻ പറഞ്ഞയച്ചപ്പോ ഖാലു സലാമാ, ആ മലക്കുകൾ അതാ സലാം പറയുകയാണ്. ഖാല സലാം, ഇബ്രാഹിം നബി സലാം അടക്കുകയാണ്. ഫമാ ലബിഥ അൻ ജാഅ ബിഇജ്ലിൻ ഹനീദ്, ഒരു പശുക്കുട്ടിയെ അറുത്തുകൊണ്ട് അതിൻ്റെ ഇറച്ചി വേവിച്ചുകൊണ്ട് ഇബ്രാഹിം നബി ആ അതിഥികളെ സൽക്കരിക്കുകയാണ്. ഇബ്രാഹിം നബി ആ ആതിഥേയത്വം കാണിക്കുകയാണ്, ഇസ്ലാമിൻ്റെ മര്യാദ കാണിക്കുകയാണ്. ഫലമ്മാ റആ ഐദിയഹും ലാ തസിലു ഇലൈഹി നക്കിറഹും ഫഔജസ മിൻഹും ഖീഫ. അല്ലാഹു അക്ബർ, വല്ലാത്ത വചനമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഇബ്രാഹിം നബി ആ ഭക്ഷണത്തിൻ്റെ തളിക അവരുടെ മുന്നിലേക്ക് വെച്ചപ്പോൾ അവരുടെ കൈകൾ നീളുന്നില്ല. മലക്കുകൾ ഭക്ഷണം കഴിക്കുകയില്ല എന്ന് ഇബ്രാഹിം നബിക്ക് അറിയാഞ്ഞിട്ടാണോ? മലക്കുകൾക്ക് വിശപ്പും ദാഹവുമില്ല എന്നത് ഇബ്രാഹിം നബിക്ക് അറിയാഞ്ഞിട്ടാണോ? അല്ല, അതറിയാം. പക്ഷേ ഈ മലക്കുകളാണ് വന്നത് എന്ന അദൃശ്യകാര്യം അറിയാനുള്ള കഴിവ് ഇബ്രാഹിം നബിക്കില്ല. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഈ വന്നിരിക്കുന്നത് മലക്കുകളാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഫൗജസ മിൻഹും ഖീഫ, ഇബ്രാഹിം നബിക്ക് ഭയപ്പാടുണ്ടായി, പേടിയുണ്ടായി. ഖാലൂ ലാ തഖഫ്, മലക്കുകൾ പറഞ്ഞു കൊടുക്കാണ്, പേടിക്കേണ്ട. ഇന്നാ ഉർസിൽനാ ഇലാ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ ജനതയിലേക്ക് പറഞ്ഞയക്കപ്പെട്ടവരാണ് നമ്മൾ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അവർ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ ആരാണ്, നമ്മുടെ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആ മലക്കുകൾ പറഞ്ഞു കൊടുത്തപ്പോൾ മാത്രമാണ് ആ മഹാരഥനായ പ്രവാചകൻ ഈ വന്നിരിക്കുന്നത് മലക്കുകളാണെന്ന് തിരിച്ചറിഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവിടെയും തീർന്നില്ലല്ലോ. മഹദി മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം കറാമത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഏറ്റവും നല്ല കറാമത്ത് എന്താണെന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഏറ്റവും നല്ല ഉദാഹരണം മറിയം ബീവിയുടെ വളർത്തുവാപ്പയായിരുന്നു സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം. സക്കരിയ നബിക്ക് മാത്രമാണ് മറിയം ബീവിയുടെ മിഹ്റാബിലേക്ക് പ്രവേശനമുള്ളത്. മറിയം ബീവിയുടെ വിശേഷങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി സക്കരിയ നബി മിഹ്റാബിൻ്റെ അകത്തേക്ക് കടന്നപ്പോൾ, മറിയം ബീവിയുടെ മൂത്താപ്പയായ സക്കരിയ നബി മിഹ്റാബിൻ്റെ അകത്തേക്ക് കടന്നപ്പോൾ, ഫലമ്മാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ, അവിടെ യഥാ സുഭിക്ഷമായ ഭക്ഷണം കാണുകയാണ്. വേറെ ആരും ഭക്ഷണം കൊണ്ടു കൊടുക്കാനില്ല. ശൈത്യകാലത്ത് മാത്രം ആ നാട്ടിലുണ്ടാകുന്ന ഫലവർഗ്ഗങ്ങൾ മറിയം ബീവിയുടെ മുന്നിൽ ചൂടുകാലത്തും സുഭിക്ഷമാണ്. ചൂടുകാലത്ത് മാത്രമുണ്ടാകുന്ന ഭക്ഷ്യവിഭവങ്ങൾ, പഴവർഗ്ഗങ്ങൾ മറിയം ബീവിയുടെ മിഹ്റാബിൽ ശൈത്യകാലത്തും സുഭിക്ഷമാണ്. സക്കരിയ നബി അത്ഭുതത്തോടെ ചോദിക്കുന്നു, മോളെ അന്നാലകി ഹാദാ, എവിടെ നിന്നാണ് നിനക്കിത് കിട്ടിയത്?
സക്കരിയ നബിക്ക് മനസ്സിലായിട്ടില്ല ഇത് എവിടെ നിന്നാണ് വന്നത്, എന്താണിത് സംഭവിച്ചത് എന്ന് സക്കരിയ നബിക്ക് മനസ്സിലായിട്ടില്ല. ഖാലത്ത് മറിയം ബീവി പറഞ്ഞു കൊടുക്കുകയാണ്, ഹുവ മിൻ ഇൻദില്ലാഹ്, അത് അല്ലാഹുവിൻ്റെ അടുത്ത് നിന്നാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ കണക്കില്ലാതെ കൊടുക്കുന്നു. കറാമത്ത് നേരിൽ കാണുകയാണ്. പറഞ്ഞു കൊടുത്തപ്പോൾ മനസ്സിലായി സക്കരിയ നബി ചെയ്തത് എന്താണ്. ഹുനാലിക് അവിടെ വെച്ച് സക്കരിയ നബി റബ്ബിനെ വിളിക്കുകയാണ്. ആ കറാമത്തിന്റെ യഥാർത്ഥ സ്രോതസ്സിലേക്ക് വിളിക്കുകയാണ്. ആ കറാമത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥനിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് തന്റെ സങ്കടം പറയുകയാണ്. റബ്ബി ഹബ്ലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ ഇന്നക സമീഉദ് ദുആ. മനുഷ്യ ഇടപെടലില്ലാതെ മറിയമിന്റെ മെഹ്റാബിലേക്ക് ഭക്ഷണം എത്തിച്ച റബ്ബേ, ഈ വൃദ്ധനായവൻ നീ സന്താനത്തെ നൽകണേ, നല്ലൊരു സന്താനത്തെ നൽകണേ. ഇന്നക സമീഉദ് ദുആ, വിളിയാളങ്ങൾ കേൾക്കുന്നവൻ നീയാണല്ലോ റബ്ബേ, ദുആകൾ കേൾക്കുന്നവൻ നീയാണല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് എൻ്റെ പ്രിയപ്പെട്ടവരെ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കറാമത്തിനോട് പ്രതികരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എത്ര കൃത്യമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് അല്ലാഹു അല്ലാതെ മരിച്ചു മൺമറഞ്ഞു പോയവരെ വിളിച്ചു തേടുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവർ നമ്മേക്കാൾ നിസ്സഹായരാണ്, അവർ നമ്മേക്കാൾ കഴിവുകെട്ടവരാണ്, അവർ അദൃശ്യമറിയാത്തവരാണ്. രണ്ടാമത്തെ പ്രശ്നം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, എത്ര തന്നെ തൊണ്ടപൊട്ടി വിളിച്ചാലും എത്ര തന്നെ അലറി വിളിച്ചാലും ആ മനുഷ്യന്മാര് ഉത്തരം ചെയ്യുകയില്ല എന്ന് പറഞ്ഞത് പരിശുദ്ധ ഖുർആനാണ്. SKSMന്റെ സെക്രട്ടറിയോ പ്രസിഡന്റോ അല്ല പറയുന്നത്, പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. 35-ാം അധ്യായം സൂറത്തുൽ ഫാത്തിറിന്റെ 14-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറയുകയാണ്, ഇൻ തദ്ഉഹും, അല്ലയോ അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നവരെ, ഇൻ തദ്ഉഹും, നിങ്ങൾ അവരെ വിളിച്ചാൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ വിളി അവരെ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേട്ടാൽ തന്നെ മസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകാൻ അവരെ കൊണ്ട് പറ്റുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ വിളിക്കുന്ന മനുഷ്യന്മാരുണ്ടല്ലോ, നിങ്ങൾ ഈ വിളിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരും നിങ്ങളുമെല്ലാം ഒരുമിച്ച് ചേരുന്നതാണ്. അവരെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അവരോട് പറയുകയാണ്, ഷെയ്ഖേ നിങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തീർത്തത്, ഉസ്താദേ നിങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തീർത്തത്, ഔലിയപ്പാപ്പ നിങ്ങളെ വിളിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തീർത്തത് എന്ന് പറയുമ്പോൾ അവരെ കൈമലർത്തും. പ്രിയപ്പെട്ടവരെ, അവർക്കത് അറിവുണ്ടാവുകയില്ല, അതവരെ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല, അതവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുകയില്ല. ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ പടച്ചറബല്ലാതെ ഈ രീതിയിൽ നിങ്ങൾക്ക് കാര്യം പറഞ്ഞു തരില്ല. എന്തൊരു പ്രയോഗമാണത്! നമ്മുടെ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിക്കുന്നവരുടെ ആ വിളിയുടെ നിരർത്ഥകതയെക്കുറിച്ച്, അതിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് കൃത്യമായി വിശദീകരിച്ചിട്ട് ഭൂതവും വർത്തമാനവും ഭാവിയും ഒരുപോലെ അറിയുന്ന പടച്ചറബ് പറഞ്ഞവസാനിപ്പിക്കുന്നത് വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ നിന്റെ റബ്ബ് നിനക്ക് കാര്യം പറഞ്ഞു വരുന്നത് പോലെ മറ്റാരും പറഞ്ഞു തരികയില്ല. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരായത്തല്ല പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ അഹ്ഖാഫിന്റെ 5-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമഹ് വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഏറ്റവും വഴികെട്ടവനാരാണെന്നറിയോ? ഈ ദുനിയാവിൽ ഏറ്റവും വഴികെട്ടവനാരാണ്? കള്ളുകുടിച്ച് റോഡ് സൈഡിൽ കിടക്കുന്നവനല്ല, കഞ്ചാവ് അടിച്ച് ലക്ക് കെട്ട് നടക്കുന്നവനല്ല, പച്ച വ്യഭിചാരിയല്ല. ലോകത്ത് ഏറ്റവും വഴികെട്ടവനാരാണെന്ന് ഖുർആൻ വിശദീകരിക്കുകയാണ്. ഈ ലോകത്ത് ഏറ്റവും വഴികെട്ടവനാരാണെന്നറിയോ? അല്ലാഹു അല്ലാത്തവരെ വിളിക്കുന്നവരാണ്, അല്ലാഹു അല്ലാത്ത മരിച്ചു മൺമറഞ്ഞു പോയ വിളിക്കുന്നവരാണ്. മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ തൊണ്ട പൊട്ടി വിളിച്ചാലും അവരവർക്ക് ഉത്തരം ചെയ്യാൻ പോകുന്നില്ല. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരുടെ വിളിയെ തൊട്ടവർ അശ്രദ്ധരാണ്, അവരൊന്നും അറിയുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, എത്ര കൃത്യമായിട്ടാണ് സൂറത്തുൽ ആറാഫിലും അല്ലാഹു പറഞ്ഞു തരുന്നത്. സൂറത്തുൽ ആറാഫിൽ അല്ലാഹു പറയുകയാണ് 194-ാമത്തെ ആയത്ത്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും.
ഇബാദുൻ അംസാലുക്കും മിനല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിക്കുന്നവരുണ്ടല്ലോ, ദുആ ചെയ്യുന്നവരുണ്ടല്ലോ. ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. അവർ ജീവിച്ചിരിക്കും, അവർക്ക് വിശപ്പുണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ദാഹമുണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് രോഗമുണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് സങ്കടമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. അവർ ജീവിച്ചിരുന്നപ്പോൾ പരിധികളുമായി ജീവിച്ചവരാണ്. ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകൾ മാത്രമാണ്. ഫദ്ഉഹും ഫല്യസ്തജീബു ലക്കും ഇൻ കുൻതും സ്വാദിഖീൻ. എന്നിട്ട് അല്ലാഹുവിന്റെ വെല്ലുവിളിയാണ്, പടച്ചറബിന്റെ വെല്ലുവിളിയാണ്. ഫദ്ഉഹും, നിങ്ങൾ അവരെ വിളിക്കുക. ഫല്യസ്തജീബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നത് ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾക്കവർ മറുപടി നൽകുന്നത്, നിങ്ങൾക്കവർ ഇജാബത്ത് നൽകുന്നത് ഞാനൊന്ന് കാണട്ടെ. ഇൻ കുൻതും സ്വാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണ് കാണിച്ചു തരേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രിയപ്പെട്ടവരെ, ഖുർആൻ എത്ര ആവർത്തിയാണ് പറഞ്ഞിട്ടുള്ളത്, മരിച്ചവരെ നിങ്ങൾ വിളിക്കരുത്, വിളിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയില്ല, അത് പിഴച്ച വഴിയാണ്, അത് പിഴച്ച മാർഗമാണെന്ന് ഖുർആനതാ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന് പുറമെയുള്ള വിളികളുടെ ഒന്നാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് അവർ നമ്മേക്കാൾ നിസ്സഹായരാണ്, അദൃശ്യമറിയാത്തവരാണ്. രണ്ടാമത്തെ പ്രശ്നം, എത്ര വിളിച്ചാലും അവർക്ക് ഉത്തരം നൽകാൻ കഴിയുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിച്ചു തന്ന വസ്തുതയാണ്. മൂന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ, ആ വിളി പച്ചയായ ശിർക്കാണ്. ആ വിളി അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. എന്താണ് അതിന്റെ കാരണം? മക്കാ മുശ്രിക്കുകളും അത് തന്നെയാണ് ചെയ്തത്. അള്ളാഹുവിന്റെ റസൂൽ ദഅവത്ത് നടത്തിയ അബൂജഹലും മുത്തുബത്തും ഷൈബത്തും ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, എന്താണോ നമ്മൾ ഈ ചെയ്യുന്നത്, ഏത് രീതിയിലാണോ മൊയ്‌ദി ശൈഖേ എന്ന് നമ്മൾ വിളിക്കുന്നത്, അതേ രീതിയിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അവരും മുസയെയും മനാത്തയെയും വിളിച്ചത്. പേരുകൾ മാത്രമേ മാറിയിട്ടുള്ളൂ, ആദർശം മാറിയിട്ടില്ല. ഇന്ന് നമ്മൾ മൊയ്‌ദി ശൈഖിനെ അള്ളാഹ്ക്ക് പകരം കൊണ്ടുവന്നു, അന്നവർ ലാത്തയെ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ CM മടവൂരിനെ പടച്ചറബിന് പകരം കൊണ്ടുവന്നു, അന്നവർ മനാത്തയെ കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ അള്ളാഹുവിന് പുറമെ ഉള്ളാളത്ത് തങ്ങളെ കൊണ്ടുവന്നു, അന്നവർ ഹുബലയെ കൊണ്ടുവന്നു, ഉസ്സയെ കൊണ്ടുവന്നു. അതിൻ്റെ വല്ലാത്തൊരു മാറ്റം പ്രിയപ്പെട്ടവരെ ഈ വിഷയത്തിലില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും അള്ളാഹുവിന് പുറമെയുള്ള ആളുകൾ വിളിക്കുന്നവർ പറയുന്നൊരു ന്യായം, അല്ല കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കാനാണ് നമ്മൾ അവരെ വിളിക്കുന്നത്. ഈ ഔലിയാക്കൾക്ക് സ്വന്തമായ ഒരു കഴിവുമില്ല, അവർക്ക് സ്വന്തമായി സഹായിക്കാൻ കഴിയില്ല. നമ്മൾ ഈ ഔലിയാക്കളെ വിളിക്കുന്നത് എന്തിനാണ്? അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ആ സഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രിയപ്പെട്ടവർ, ഒരു നൂറ്റാണ്ട് കാലമായി മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഇന്ന് വരെ അതിന് മറുപടി കിട്ടിയിട്ടില്ല. സ്വഹീഹ് മുസ്ലിമിലെ 1185 ഹദീസ്. ആ ഹദീസിൽ എന്താണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസമെന്ന് വിശദീകരിക്കപ്പെടുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഞാൻ ഈ പറയുന്ന തൽബിയത്ത് മുസ്ലിങ്ങളുടെ തൽബിയത്തല്ല, അള്ളാഹിന്റെ റസൂലിന്റെ വരവിനും മുന്നേ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന തൽബിയത്താണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ ഞങ്ങളിതാ വന്നിരിക്കുന്നു. ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക ലാ ശരീക ലക്. മക്കാ മുശ്രിക്കുകളുടെ തൽബിയത്താണ്, നിനക്ക് പങ്കുകാരില്ല അല്ലാഹ്. ആരാണ് ഈ പറയുന്നത്? മക്കാ മുശ്രിക്കുകളാണ് ഈ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ പുറമെ അവർ കൂട്ടിച്ചേർക്കുകയാണ്, ഇല്ല ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഏത് തരത്തിലുള്ള പങ്കുകാരല്ലാതെ ആ പങ്കുകാർക്കുള്ളതെല്ലാം നിന്റെ അധീനതയിലാണ് റബ്ബേ. ആ പങ്കുകാരുടെ കഴിവെല്ലാം നിന്റെ കഴിവാണ്. ആ പങ്കുകാർ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതെല്ലാം നീ കൊടുത്തത് മാത്രമാണ്. ആരുടെ തൽബിയത്താണിത്? വലീദ് ഇബ്നു മുഗൈറന്റെ തൽബിയത്താണ്. കൊടിയ മുശ്രിക് അബൂജഹലിന്റെ തൽബിയത്താണ്. അവരും പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഈ വിളിക്കുന്ന ഇലാഹുകളുണ്ടല്ലോ, കഅബാലയത്തിൻ്റെ അകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട 300 ചില്ലാനം വരുന്ന വിഗ്രഹങ്ങളുണ്ടല്ലോ, ബഹുദൈവങ്ങളുണ്ടല്ലോ, അവക്കൊന്നും സ്വന്തമായി ഒരു കഴിവുമില്ല. പ്രിയപ്പെട്ടവരെ, അബ്രഹത്തിന്റെ പട്ടാളം കഅബാലയം ആക്രമിച്ചപ്പോൾ ഖുറൈശികളുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചതാരോടാണ്? അള്ളാഹുവിനോടാണ്. ബദറിന്റെ ഭൂമിയിൽ മുശ്രിക്കുകളും മുസ്ലിങ്ങളും തമ്മിൽ നേർക്കുനേരെ നിന്നപ്പോ ആ മുശ്രിക്കുകളുടെ കൂട്ടമായ അബൂജഹൽ പ്രാർത്ഥിച്ചത്, വൈദ് ഖാലുല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫഅംതിർ അലൈനാ ഹിജാറതൻ മിനസ് സമാ അവിഅ്തിനാ ബിഅദാബിൻ അലീം. അല്ലാഹുവേ,
ഈ ജനവിഭാഗം പറയുന്നത്, നിന്റെ ഭാഗത്തു നിന്നുള്ള സത്യമാണെങ്കിൽ ആകാശത്ത് നിന്ന് ചരൽക്കല്ല് വർഷിപ്പിച്ച് വേദനാജനകമായ ശിക്ഷ തന്ന് നീ ഞങ്ങളെ നശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചത് ആരാണ്? അബൂജഹലാണ്. ആരോടാണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോടാണ് പ്രാർത്ഥിച്ചത്. പ്രിയപ്പെട്ടവരെ, അബൂജഹലായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. അടിവരയിട്ട് മനസ്സിലാക്കിക്കോ. ഉത്തുബത്തും ഷൈബത്തും മുശ്രിക്കുകളായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. അബൂലഹബായത് അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. ഖുൽ നബിയെ ചോദിക്കുക, മയ്യർസുഖുക്കും മിനസ്സമാഇ വൽഅർദ്, ആകാശഭൂമികളിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവരാണ് ആരാണ്? അമ്മയംലികുസ്സമഅ വൽ അബ്സാർ, കാഴ്ചയും കേൾവിയും അധീനപ്പെടുത്തുന്നവൻ ആരാണ്? വമയ്യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, നിർജീവതയിൽ നിന്ന് ജീവനെ പുറത്തു കൊണ്ടുവരുന്നതും ജീവാവസ്ഥയിൽ നിന്ന് നിർജീവതയെ പുറത്തു കൊണ്ടുവരുന്നവരും ആരാണ്? വമയ്യുദബ്ബിറുൽ അംറ, ആരാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നവൻ? അവര് മറുപടി പറയുന്നതാണ്. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? മക്കാ മുശ്രിക്കുകളെ കുറിച്ചാണ് പറയുന്നത്. അവര് മറുപടി പറയുന്നതാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ് ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും ഭക്ഷണം തരുന്നവൻ, അല്ലാഹുവാണ് കാഴ്ച നൽകിയവൻ, അല്ലാഹുവാണ് കേൾവി നൽകിയവൻ, അല്ലാഹുവാണ് ജീവനെ പടക്കുന്നവൻ, അല്ലാഹുവാണ് മരണത്തെ പടക്കുന്നവൻ, അല്ലാഹുവാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ. അല്ല മനുഷ്യരെ, നിങ്ങൾക്ക് നന്നായി കൂടെ? ഈ വിവരമൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ, എന്നിട്ടും അള്ളാഹുവിന് പുറമെയുള്ളവരെയാണല്ലോ നിങ്ങൾ വിളിക്കുന്നത്, സങ്കടം പറയുന്നത്, വേദനകൾ പങ്കുവെക്കുന്നത്, വ്യസനങ്ങളുടെ പാണ്ടക്കെട്ടുകൾ അയച്ചു വെക്കുന്നത്. എത്ര കൃത്യമായിട്ടാണ് അവരുടെ ആദർശത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തന്നത്, പ്രിയപ്പെട്ടവരെ, വിശദീകരിച്ചു തന്നത്. ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? നോക്ക് നിങ്ങൾ. മക്കാ മുശ്രിക്കുകളും പറഞ്ഞു, അള്ളാഹു കൊടുത്ത കഴിവല്ലാതെ ഞങ്ങളുടെ ഇലാഹുകൾക്കില്ല. നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളും പറയുന്നു, പ്രിയപ്പെട്ടവരെ, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളിലൂടെയാണ് എന്നെ നിങ്ങൾ വിളിക്കണേ, എന്നോട് ചോദിക്കണേ, എന്നോട് സങ്കടം പറയണേ, ഞാൻ നിങ്ങൾക്ക് മതിയായവനല്ലേ എന്ന് അള്ളാഹു വിശദീകരിച്ചിട്ടുള്ളത്. വഇദാ സഅലക ഇബാദി അന്നി, നബിയെ എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ സമീപസ്ഥനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദആൻ, ദുആ ചെയ്യുന്നവൻ ദുആ ചെയ്യുമ്പോൾ അവൻ്റെ ദുആക്ക് ഉത്തരം നൽകുന്നവനാണ് ഞാനെന്ന് പടച്ചറബ് വിശദീകരിക്കുകയാണ്. വലഖദ് ഖലഖനൽ ഇൻസാൻ, ഞാനാണ് മനുഷ്യനെ പടച്ചത്. വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു, അവൻ്റെ ഉള്ളിലുള്ള മന്ത്രങ്ങൾ അറിയുന്നവൻ, അവൻ്റെ ഉള്ളിലുള്ള വേദനകൾ അറിയുന്നവൻ ഞാനാണ്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവൻ്റെ കണ്ടനാടിയേക്കാൾ, അവൻ്റെ ജീവനാടിയേക്കാൾ അവനോട് അടുത്ത് കിടക്കുന്നവൻ ഞാനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുകയാണ്. എത്ര കൃത്യമായി. അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദആ, അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദആ ഫയക്ഷിഫുസ് സൂ വയജഅലു ലക്കും ഖുലഫാ അൽ-അർദ് അഇലാഹും മഅല്ലാഹ്, വേദനിക്കുന്നവരെ, കഷ്ടപ്പെടുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, ഗതികെട്ട് പോയവരെ, നിലയില്ലാ കയത്തിലേക്ക് ആണ്ടിറങ്ങുന്നവരെ, മോചനമില്ലാത്ത പ്രശ്നത്തിൽ കിടന്ന് ഞെരിപിരി കൊള്ളുന്നവരെ, നിങ്ങൾക്ക് മോചനം നൽകുന്നവനാരാണ്? നിങ്ങളുടെ ദുആക്ക് ഉത്തരം നൽകുന്നവനാരാണ്? ടെസ്റ്റുകളിൽ നിന്ന് ടെസ്റ്റുകളിലേക്ക് മാറി മാറിപ്പോയി ഡോക്ടർമാരും മെഡിക്കൽ സയൻസ് മുഴുവൻ ഒരു രക്ഷയുമില്ല എന്ന് വിധി എഴുതി അവസാനം 3 മാസം കൊണ്ട് മരിക്കുമെന്ന് വിധി എഴുതുമ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലെപ്പോഴും കെട്ടുപോകാത്തൊരു പ്രതീക്ഷയുണ്ട്. അതെന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? അല്ലാഹ് എന്ന പ്രതീക്ഷയാണ്. ആ സമയത്ത് പോലും മമ്പറത്ത് തങ്ങളെയും മൊയ്തീ ശൈഖ് തങ്ങളെയും ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന് പറഞ്ഞാൽ ശിർക്ക് എന്ന ദുരന്തത്തിന് വലിയ പ്രത്യാഘാതമുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രത്യാഘാതം എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വിവരിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ضل ضلالا بعيدا. നിശ്ചയം അല്ലാഹു പൊറുക്കുകയില്ല തന്നെ,
അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അള്ളാഹു പൊറുക്കുകയില്ല. ആയത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ്? വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുത്തേക്കാം. വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്, ഫഖദ് ളല്ല ളലാലൻ ബഈദാ, അവൻ വിദൂരമായ വഴികേടിലായിരിക്കുന്നു. ഈ ആയത്തിന്റെ ഗൗരവം എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക എന്നറിയുമോ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ്, അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴാണ്. പാപിയായൊരു മനുഷ്യൻ പാപമോചനത്തിന് വേണ്ടി റബ്ബിൻ്റെ മുന്നിൽ കൈനീട്ടുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മരുഭൂമിയുടെ നടുവിൽ വെച്ച് ഒട്ടകത്തെ നഷ്ടപ്പെട്ട് ആ മരുഭൂമിയിൽ താൻ തീരുകയാണെന്ന് തീരുമാനിച്ച് തൻ്റെ മുന്നിലൊരു മോചനവുമില്ല എന്നുറപ്പിച്ച ആ മരുഭൂമിയിൽ നിസ്സഹായനായി നിരാശനായി കിടക്കുന്നൊരു മനുഷ്യൻ്റെ അടുത്തേക്ക് ആ ഒട്ടകം തിരിച്ചു വന്നാൽ ആ മനുഷ്യൻ്റെ ഉള്ളിൽ എത്രമാത്രം വലിയ സന്തോഷമുണ്ടാകുമോ, അതേപോലെയുള്ള സന്തോഷമാണ് പാപിയായൊരു മനുഷ്യൻ തൗബ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങുമ്പോൾ അള്ളാഹുവിനുണ്ടാവുക എന്ന് അള്ളാഹിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. 100 പേരെ കൊന്ന മനുഷ്യന് പശ്ചാത്താപത്തിലൂടെ പുറത്തു കൊടുത്തവനാണ് ലോകത്തിൻ്റെ സൃഷ്ടാവ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇത്രയും കാരുണ്യമുള്ള അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട് എന്നാണ്. അതിലൊരൊറ്റ കാരുണ്യം മാത്രമാണ് ദുനിയാവിൽ അള്ളാഹു ഇറക്കിയത്. ആ കാരുണ്യത്തിൻ്റെ എത്രയോ കോടാനുകോടി ഒരു അംശമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പടച്ചോൻ ഇട്ട് തന്നത്. നമ്മുടെ കുട്ടികളൊന്ന് പനിച്ചു കരയുമ്പോൾ, നമ്മുടെ കുട്ടിയുടെ, നമ്മുടെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കണ്ണൊന്ന് നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പടയുന്നത്, പ്രിയപ്പെട്ടവരെ, ആ കാരുണ്യത്തിൽ നിന്ന് പടച്ചിറപ്പ് പങ്കിട്ട് തന്നത് കൊണ്ടാണ്. നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട്, ഭാര്യയോട്, സഹോദരി സഹോദരന്മാരോട്, എന്തിനൊരു റോട്ടിൽ ചത്തുകിടക്കുന്ന പൂച്ചയെ കണ്ടാൽ പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വേദനയുണ്ടാകുന്നത്, ഒരു പിടച്ചിലുണ്ടാകുന്നത്, പ്രിയപ്പെട്ടവരെ, ആ റബ്ബിൻ്റെ 100-1 കാരുണ്യം കോടാനുകോടിയായി പകുത്തെടുത്തതിൽ നിന്നാണ്. 99 കാരുണ്യം അള്ളാഹുവിൻ്റെ അടുത്ത് റിസർവ്ഡ് ആണ്. ഈ 99 കാരുണ്യവും കയ്യിലുള്ള കരുണാനിധിയായ റബ്ബ് കതബ അലാ നഫ്സിഹി റഹ്മ, അവൻ്റെ മേലെ അവൻ റഹ്മത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു, എഴുതി ചേർത്തിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പരിചയപ്പെടുത്തിയ ആ റബ്ബ് പറയുകയാണ്, ലാ യഗ്ഫിറു അൻ യുശ്റക ബി, എന്നിൽ പങ്കു ചേർത്താൽ ഞാൻ പൊറുക്കുകയില്ല, മാപ്പാക്കുകയില്ല. എത്ര ഗൗരവമുള്ള വിഷയങ്ങൾ ആലോചിച്ച് നോക്ക്. മറ്റൊരു പാപത്തെക്കുറിച്ചും അള്ളാഹു അത് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരണപ്പെട്ടു പോയാൽ അള്ളാഹു അവനത് പുറത്തു കൊടുക്കുകയില്ല, മാപ്പ് നൽകുകയില്ല. നരകത്തിൽ നിന്ന് കാലാകാലം അവന് മോചനവുമില്ല. യാ റബ്ബ്, ആ വലിയ ദുരന്തത്തിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. സഹോദരങ്ങളെ, ശിർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം, ഏറ്റവും വലിയ കോൺസിക്വൻസ്, ഏറ്റവും വലിയ പ്രത്യാഘാതം, രണ്ടാമത്തെ ശിർക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം, എനിക്ക് എൻ്റെ വേണ്ടപ്പെട്ട, ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരാൾ എന്നിൽ നിന്ന് മരണപ്പെട്ടു പോകാമെന്ന് ഇരിക്കുക. അത് വലിയ ദുരന്തമൊന്നുമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദുരന്തമല്ല. കാരണം ഇനിയും റീയൂണിയൻ ഉണ്ട്, മാശറയിൽ വെച്ച് പരസ്പരം കാണാനുണ്ട്, കൂടിച്ചേരാനുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച് സ്വർഗത്തിലെത്തിച്ചാൽ അവിടെയും കൂടിച്ചേരാനുണ്ട്. പക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമെന്ന് പറയുന്നത് അയാൾ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ശിർക്കിലകപ്പെട്ട് മരിച്ചു പോവുക എന്നതാണ്. നമുക്ക് വേദന തോന്നിയിട്ടുണ്ടോ ആ ഒരു വിഷയത്തിൽ? നിങ്ങൾ ശരിക്കും സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്ക്. ആ ഒരു വിഷയത്തിൽ നമുക്ക് വേദന തോന്നിയിട്ടുണ്ടോ? എൻ്റെ ആത്മമിത്രം, എൻ്റെ ഉറ്റ കൂട്ടുകാരൻ, എൻ്റെ ജീവിതത്തിൽ അവൻ അറിയാത്തൊരു രഹസ്യവും ഇല്ല, പക്ഷെ അവൻ ശിർക്കിലാണ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തരുന്ന ദുരന്തത്തിലാണ് അവൻ. നമ്മളത് കരയിപ്പിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കണ്ണത് നിറയിച്ചിട്ടുണ്ടോ? കാരണം അതിൻ്റെ ദുരന്തം തുടങ്ങാൻ പോകുന്നത് അവൻ്റെ മരണത്തിന് ശേഷമാണ്. അവൻ മരിച്ചു കഴിഞ്ഞാൽ റബ്ബേ എൻ്റെ സഹോദരന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. എന്താ അതിന് തെളിവ്? പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ വിലക്കി. എപ്പോഴാണ് അല്ലാഹു വിലക്കിയത്? അബൂ താലിബ് മരണപ്പെട്ടു. എൻ്റെ മുന്നേ സംസാരിച്ച സഹോദരൻ പറഞ്ഞിട്ടുണ്ട്, അബൂ താലിബ് മരണപ്പെട്ടു. മരണപ്പെട്ടപ്പോൾ റസൂലുള്ള ദുഃഖത്തോടെ, പ്രയാസത്തോടെ അള്ളാഹുവിനോട് പറയാൻ തുടങ്ങി, യാ അല്ലാഹ്, അമ്മി യാ അല്ലാഹ്, എൻ്റെ എളാപ്പ റബ്ബേ എന്നെ ഒരുപാട് സഹായിച്ച മനുഷ്യനാണ്, എന്നെ ഒരുപാട് ചേർത്ത് പിടിച്ച മനുഷ്യനാണ്, പുറത്തു കൊടുക്ക റബ്ബേ എന്ന് അള്ളാഹിൻ്റെ റസൂൽ പറയാൻ തുടങ്ങി. അള്ളാഹു തിരുത്തി, പടച്ചറബ് തിരുത്തി. എന്താ അള്ളാഹു പറഞ്ഞത്? മാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറൂ ലിൽ മുശ്രികീന വലൗ കാനൂ ഉലി ഖുർബാ ولو كانوا أولي قربى من بعد ما تبين لهم أنهم أصحاب الجحيم. നബിയെ പാടില്ല,
അങ്ങയ്ക്കും പാടില്ല, അങ്ങയുടെ കൂടെയുള്ള സഹാബത്തിനും പാടില്ല. ശിർക്ക് ചെയ്തു പോയ മനുഷ്യർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നത് അങ്ങയ്ക്കോ അങ്ങയുടെ കൂട്ടുകാർക്കോ പാടുള്ളതല്ല. വലൗകാനു ഉലി ഖുർബാദ്, സ്വന്തം ഉമ്മയായാലും ശരി, സ്വന്തം ഉപ്പയായാലും ശരി, ഉറ്റമിത്രമായാലും ശരി, സഹോദരി സഹോദരന്മാരായാലും ശരി, മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. ശിർക്ക് ചെയ്തവർ പ്രവാചകന്റെ ഉറ്റ കുടുംബമാകട്ടെ, ശിർക്ക് ചെയ്ത് മരിച്ചുപോയവർ പ്രവാചകന്റെ ഉറ്റ കുടുംബമാകട്ടെ, അവർ പോലും ജഹീമിന്റെ അസ്ഹാബുകളാണ്, അവർ പോലും നരകത്തിന്റെ അസ്ഹാബുകളാണ്. അത് വ്യക്തമായതിനു ശേഷവും അവർക്ക് വേണ്ടി പാപമോചനം തേടാൻ അല്ലാഹുവിന്റെ റസൂലേ അങ്ങയ്ക്ക് അനുവാദമില്ല. വളരെ കൃത്യമായി ഖുർആൻ പറഞ്ഞു വെക്കുകയാണ്. സൂറത്തുൽ മുംതഹിൻ അല്ലാഹു പറയുന്നു, ലഖദ് കാന ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹീമ വല്ലദീന മഅ. ഇബ്രാഹീമിന്റെ കൂട്ടത്തിലുള്ള ആളുകളുടെയും വിഷയത്തിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം, അദ്ദേഹത്തിന്റെ സമുദായത്തോട് പറഞ്ഞപ്പോ, ഇന്നാ ബുറാഉ മിൻകും, ഞങ്ങൾ നിങ്ങളോടൊരു ബന്ധവുമില്ല, മാറി നിൽക്കുന്നു. വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നവരുമായും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. വകഫർനാ ബിക്കും, ഞങ്ങൾ നിങ്ങളെ തൊട്ട് വിശ്വസിച്ചിരിക്കുന്നു. വബദാ ബൈനനാ വബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ അബദാ, നിങ്ങൾക്കും ഞങ്ങൾക്കുമിടയിൽ എന്നേക്കുമായുള്ള ശത്രുതയും കോപവും രൂപപ്പെട്ടിരിക്കുന്നു. ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹ്ദഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഏകനായി കൊണ്ട് വിശ്വസിക്കുന്നത് വരെ ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള ശത്രുതയും ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള കോപവും നിലനിൽക്കുന്നതാണ്. എന്നിട്ടല്ല പറയുകയാണ്, ഇല്ലാ ഖൗല ഇബ്രാഹീമ ലി അബീ, ഇബ്രാഹിമിന്റെ പിതാവിനോട് അദ്ദേഹം പറഞ്ഞ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല കേട്ടോ. ആരെക്കുറിച്ചാ പറയുന്നത്? ഖലീലുള്ളനെ കുറിച്ചാ പറയുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാതൃകയില്ല എന്ന് പറഞ്ഞ് അല്ലാഹു വിശദീകരിച്ചു തരുന്ന വിഷയം, ഇല്ലാ ഖൗല ഇബ്രാഹീമ ലി അബീഹി ലഅസ്തഗ്ഫിറന്ന ലക്, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പാപമോചനത്തിന് തേടാം, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാറിനെ തേടാമെന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, ആ വചനമുണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് ഗുണപാഠമില്ല, അതിൽ നിങ്ങൾക്ക് മാതൃകയില്ല, അതിൽ നിങ്ങൾക്ക് ഉസ്വത്തില്ല എന്ന് പടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നാളെ മഹ്ശറിൽ വെച്ച് ഇബ്രാഹിം നബിയും ഉപ്പയും തമ്മിൽ കണ്ടുമുട്ടുന്ന രംഗം ഹദീസ് വിശദീകരിച്ചു തരുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥയിലാണ് ഇബ്രാഹിം നബിയുടെ ഉപ്പ ഉണ്ടാവുക. ഇബ്രാഹിം നബി ഉപ്പയോട് ചോദിക്കുകയാണ്, ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ എന്നെ സ്വീകരിക്കാൻ, എൻ്റെ പിന്നിൽ വരാൻ, എന്നെ അനുസരിക്കാൻ? ഉപ്പ മറുപടി പറയുകയാണ്, മോനെ, ഇന്നേ ദിവസം നീ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്, എന്ത് പറഞ്ഞാലും ഉപ്പ അനുസരിക്കാൻ തയ്യാറാണ്. ഇബ്രാഹിം നബി അതാ അള്ളാഹുവിനോട് പറയുകയാണ്, യാ അല്ലാഹ്, ഈ ഹശുറിന്റെ മൈതാനിയിൽ എന്നെ നീ ഇകഴ്ത്തി കളയുകയില്ല എന്ന്, അപമാനിച്ചു കളയുകയില്ല എന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. എൻ്റെ വാപ്പ ഈ അവസ്ഥയിൽ കാണുന്നതിനേക്കാൾ വലിയ അപമാനം മറ്റെന്താണുള്ളത് റബ്ബേ? അള്ളാഹു ഇബ്രാഹിം നബിയോട് പറയുകയാണ്, ഇബ്രാഹിം, അങ്ങയുടെ കാലുകൾക്കിടയിലേക്കൊന്ന് നോക്കുക. അങ്ങനെ ഇബ്രാഹിം നബി കാലുകൾക്കിടയിലേക്ക് നോക്കുമ്പോൾ വികൃതമായൊരു വിചിത്രമായൊരു മൃഗത്തിന്റെ രൂപത്തിലേക്ക് ഇബ്രാഹിം നബിയുടെ വാപ്പയതാ രൂപാന്തരം ചെയ്യപ്പെട്ടിരിക്കുന്നു. അതേ അവസ്ഥയിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. ഇബ്രാഹിം നബിയുടെ ഉപ്പയാണെന്നുള്ള പരിഗണന കൊടുത്തിട്ട് ശിർക്ക് ചെയ്തൊരു മനുഷ്യന് മാപ്പ് നൽകാൻ അല്ലാഹു തയ്യാറായിട്ടില്ല. മാത്രമല്ല, ആ മനുഷ്യന് വേണ്ടി പാപമോചനം തേടുക എന്ന് ഇബ്രാഹിം നബി പറഞ്ഞ വാക്കിൽ നിങ്ങൾക്ക് മാതൃകയില്ല എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അല്ലാഹു പുറത്തു തരൂല എന്ന് മാത്രമല്ല, പുറത്തു തരാൻ മുഅ്മിനുകൾ പ്രാർത്ഥിക്കുന്നത് പോലും പടച്ച റബ്ബിന് ഇഷ്ടമല്ല. എൻ്റെ ഉമ്മയോ ഉപ്പയോ ശിർക്ക് ചെയ്തിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി പാപമോചനത്തിന് ഞാൻ തേടുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹു വിലക്കിയ സംഗതിയാണ്, ശിർക്കിൻ്റെ ദുരന്തമാണ്. എൻ്റെ മകനോ എൻ്റെ ഭാര്യയോ ഒരു വ്യഭിചാരിയാണെങ്കിൽ പോലും അവർ മരിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബേ പുറത്തു കൊടുക്കണേ എന്നെനിക്ക് പ്രാർത്ഥിക്കാം.
മാപ്പ് നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ വാപ്പയോ ഉമ്മയോ എത്ര തന്നെ തെറ്റ് ചെയ്തവരാണെങ്കിലും വൃത്തികേട് ചെയ്തവരാണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മരണത്തിന് ശേഷം പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ ഈ കുടുംബക്കാരുടെ ജീവിതത്തിൽ ശിർക്ക് വന്നിട്ട് അവർ തൗബ ചെയ്യാതെയാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് അനുവാദമില്ല. പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനമാണ്. മൂന്നാമത്തെ വലിയ പ്രത്യാഘാതം, ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? ഒരുപാട് നന്മ ചെയ്യുന്നവരാണ് മനുഷ്യർ, ദാനം കൊടുക്കുന്നവരാണ്, സഹായിക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പെടുക്കുന്നവരാണ്, എത്രയോ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. പക്ഷേ ശിർക്കെന്ന പാതകം ജീവിതത്തിലുണ്ടെങ്കിൽ ലയഹ്ബതന്ന അമലുക് വലതകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹു ഇത് പറയുന്നത് ആരോടാണ്? അങ്ങയുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകുമേ, അങ്ങ് നഷ്ടക്കാരിൽ പെട്ടുപോകുമേ എന്ന് അള്ളാഹു ഇത് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉന്നത സൃഷ്ടിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്, പ്രവാചകനോടാണ് പറയുന്നത്. ലഇന്ന അശ്റക്ത, അങ്ങ് ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക്, പ്രവാചകനോട് മാത്രമല്ല പറഞ്ഞത്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക, ലോകത്ത് കടന്നു വന്ന ലക്ഷക്കണക്കിന് പ്രവാചകന്മാരോട് മുഴുവനും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്താലും എത്ര തന്നെ സുഹൃതം ചെയ്താലും നിങ്ങളുടെ ജീവിതത്തിൽ ശിർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൃത്യമായിട്ടുള്ള വിശദീകരിച്ചിട്ടുണ്ട്. 18ഓളം പ്രവാചകന്മാരുടെ പേരുകൾ സൂറത്ത് ആലി ഇംറാനിൽ അല്ലാഹു എണ്ണി പറയുന്നുണ്ട്. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയാഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയ്യതിഹി ദാവൂദ വസുലൈമാന വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل واليسع ويونس ولوطا وكلا فضلنا على العالمين. പ്രവാചകന്മാരെയും അവരുടെ മഹത്വത്തെയും കുറിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് അടുത്ത ആയത്തിൽ അല്ലാഹു പറയുകയാണ്, വലൗ അശ്റകൂ, ഇവർ ശിർക്ക് ചെയ്താൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരുടെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകുന്നതാണ്. ഏറ്റവും വലിയ നഷ്ടമാണ് പ്രിയപ്പെട്ടവരെ. അല്ലദീന ضل സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുനആ, ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വിഭാഗം. അവരാണെങ്കിൽ വിചാരിക്കാണ് ഞങ്ങൾ വലിയ പുണ്യം ചെയ്യുകയാണ്, വലിയ നന്മ ചെയ്യുകയാണെന്ന് അവരിങ്ങനെ വിചാരിക്കുകയാണ്. ബിദ്അത്ത് ചെയ്യുന്നവരെ കുറിച്ച് എടുത്തു പറയാൻ പറ്റിയ ഒരു ആയത്താണിത്. ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യർ വിചാരിക്കുന്നവരിങ്ങനെ നന്മ ചെയ്യുകയാണ് എന്നാണ്, അവരൊരുപാട് സുഹൃതം ചെയ്യുക എന്നതാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ضل സഅയുഹും, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ബാത്തിലാണ്, അവരുടെ പ്രവർത്തനങ്ങൾ മുഴുവൻ ദ്വലാലത്തിലാണ്. അള്ളാഹുവിൻ്റെ റസൂൽ എത്ര ഹദീസുകളിലൂടെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഈ ദീനൊരു തമാശയല്ല പ്രിയപ്പെട്ടവരെ, ഈ ദീനൊരു ഗൗരവം കുറഞ്ഞ വിഷയമല്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഈ ദീനിന് വേണ്ടി മാറ്റിവെച്ചത് തൻ്റെ സമാധാനവും തൻ്റെ ജീവിതവും തൻ്റെ എല്ലാമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എത്രയെത്ര ഓഫറുകൾ വന്നിട്ടുണ്ട് ഈ ദഅവത്തിൽ നിന്നൊന്ന് മാറി നിൽക്കാൻ. ഈ ദഅവത്തിൽ നിന്ന് മാറി നിന്നാൽ മക്കയുടെ രാജാവായി വാഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദീനാറും ദിർഹവും കൊണ്ടുവന്നിട്ട് പ്രവാചകനെ ഇട്ടുമൂടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര സുന്ദരികളെ വേണമെങ്കിലും വിവാഹം കഴിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ വലത് കൈയിലേക്ക് സൂര്യനെയും ഇടത് കൈയിലേക്ക് ചന്ദ്രനെയും വെച്ച് തന്നിട്ട് ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാനത് സ്വീകരിക്കുകയില്ല തന്നെ. അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഈ മുഹമ്മദ് ഉണ്ടല്ലോ, ഈ ഉത്തരവാദിത്വമുണ്ടല്ലോ, അത് പൂർത്തിയാക്കാൻ എൻ്റെ ജീവൻ തന്നെ വിലയായി കൊടുക്കേണ്ടി വന്നാലും ഞാൻ അതുമായി മുന്നോട്ട് പോകുന്നതാണെന്ന് പ്രവാചകൻ പറഞ്ഞു. ത്വായിഫിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ അനുഭവിച്ച വേദനകളും പ്രയാസങ്ങളും, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ മക്കയുടെ പ്രാന്തപ്രദേശത്ത് നിന്നുകൊണ്ട് തിരിഞ്ഞു നിന്ന മക്കയോട് പ്രവാചകൻ പറഞ്ഞ യാത്രയുടെ വാക്കുകൾ 40 കൊല്ലക്കാലം 4 പതിറ്റാണ്ടോളം ആ ജനത മുഴുവൻ വിശ്വസിച്ചിരുന്ന, ആദരിച്ചിരുന്ന, ബഹുമാനിച്ചിരുന്ന, മാനിച്ചിരുന്ന, പരിഗണിച്ചിരുന്ന ഒരു മനുഷ്യനായി 40ാമത്തെ വയസ്സിൽ ഒരു സത്യം പറഞ്ഞതിനെ തൊട്ട് ആളുകൾ മുഴുവൻ ഭ്രഷ്ട് കൽപ്പിച്ച്
കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കി കൊല്ലാൻ നോക്കി, നാടുകടത്താൻ നോക്കി, തടവിലിടാൻ നോക്കി, ജീവഹാനി നടത്താൻ നോക്കി. അവസാനം അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം നാളിതുവരെ വളർന്ന തൻ്റെ ഉമ്മയുടെയും ഉപ്പയുടെയും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബിൻത് ഖുവൈലിദിൻ്റെയും അടക്കം റളിയല്ലാഹു അൻഹ ഓർമ്മകൾ ഉറങ്ങിക്കിടക്കുന്ന മക്ക എന്ന് പറയുന്ന മഹബൂബായ മണ്ണിനെ, പ്രിയപ്പെട്ട മണ്ണിനെ വിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് യാത്ര ചെയ്യേണ്ടി വന്നത്, അള്ളാഹുവിൻ്റെ റസൂലിന് വിട പറയേണ്ടി വന്നത് ഈ ദീനും ആലോകർക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദീൻ ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം ചേർക്കുക എന്നത് വലിയ ദുൽമാണ്, ദുരന്തമാണ്. കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും നരകത്തിലാണ്. മൻ അഹദത ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ആരെങ്കിലും നമ്മുടെ ഈ മതത്തിന്റെ വിഷയത്തിൽ പുതുതായി വല്ലതും കൊണ്ടുവന്നാൽ അവൻ എത്ര വലിയ പണ്ഡിതനാകട്ടെ, എത്ര വലിയ തങ്ങളാകട്ടെ, എത്ര വലിയ നേതാവാകട്ടെ, അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനിൽ നിന്ന് വല്ലതും അവൻ കൂട്ടിക്കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് റദ്ദ് ചെയ്യപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്, അതിനൊരു പരിഗണനയും നൽകപ്പെടാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരു കാരണവശാലും ഈ ദീൻ എന്ന് പറയുന്നത് ഈ ഒരു കുപ്പിയുടെ ഉള്ളിൽ നിറയെ വെള്ളമുണ്ടെങ്കിൽ ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, നിറയെ വെള്ളമുള്ള ഈ കുപ്പിയിലേക്ക് പുറമെന്നൊരു തുള്ളി പുറത്തേക്ക് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കുപ്പിയുടെ അകത്ത് നിറഞ്ഞു തുളുമ്പുന്ന വെള്ളത്തുള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്ലാം നിറഞ്ഞതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, അക്മൽതു ലക്കും ദീനക്കും, ദീനിതാ പൂർത്തിയാക്കി തന്നു, അതിലേക്കൊന്നും കൂടാനില്ല, അതിൽ നിന്നൊന്നും കുറയാനുമില്ല. വഅത്മംതു അലൈക്കും നിഅമതി, അല്ലാഹുവിൻ്റെ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടു, ഇനിയൊന്നും അതിലേക്ക് കൂട്ടിച്ചേർക്കാനില്ല. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ, ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി നൽകുകയും ചെയ്തു. അല്ലാഹുവിൻ്റെ റസൂൽ തൻ്റെ 23 വർഷക്കാലത്തെ ജീവിതത്തിനുള്ളിൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒന്നും പറയാതെ വിട്ടുപോയിട്ടില്ല. നരകത്തിൽ നിന്ന് മോചനം നേടാനുള്ള, നരകത്തിലേക്ക് പോകുന്ന ഒന്നിനെ കുറിച്ച് പറയാതെയും വിട്ടുപോയിട്ടില്ല. എല്ലാം കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കാത്ത, പ്രവാചകന്റെ സുന്നത്തിലില്ലാത്ത, അധ്യാപനത്തിലില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ ഖിയാനത്ത് കാണിച്ചു എന്നാണ്. മഅദല്ലാഹ്, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ് ബിദ്അത്ത് ചെയ്യുന്ന മനുഷ്യർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം ഇവിടെ ചെയ്യുമ്പോൾ അത് പിറകോട്ടെടുത്ത് കഴിഞ്ഞാൽ 100 കൊല്ലത്തിൽ തട്ടി നിൽക്കരുത്, 200ലും തട്ടി നിൽക്കരുത്, 300ലും തട്ടി നിൽക്കരുത്, 500ലും തട്ടി നിൽക്കരുത്, 750ലും തട്ടി നിൽക്കരുത്, 1000ത്തിലും പറ്റൂല. 1400 കൊല്ലങ്ങൾക്ക് പിറകിലേക്ക്, മദീനയിലേക്കും മക്കത്തേക്കും അത് എത്തുന്നുണ്ടോ? റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് പ്രവാചകന്റെ മൗനത്തിലോ കൽപ്പനയിലോ പ്രവർത്തനത്തിലോ അത് എത്തുന്നുണ്ടോ? എങ്കിലേ അത് ദീനാവും. അതല്ലെങ്കിൽ അത് എത്ര നല്ല കാര്യമാണെങ്കിലും ദീനാവില്ല, അത് ദീനാവില്ല. അത് മനസ്സിലാക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂൽ എന്ന് പറഞ്ഞാൽ അതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം വിശദീകരിച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രമാണ് ദീൻ. ആ ഒരു വിഷയത്തിൽ നമുക്കൊരു വഖാറത്ത് ഉണ്ടാവണം. ആ ഒരു വിഷയത്തിൽ കണ്ണടക്കുന്നവരായി നമ്മൾ മാറരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹയുടെയും മുഹമ്മദുർ റസൂലുള്ളാഹിയുടെയും യഥാർത്ഥ വക്താക്കളായി, അതിൻ്റെ ആദർശത്തിൻ്റെ യഥാർത്ഥ ഹാമിലുകളായി എന്നെയും നിങ്ങളെയും ജീവിപ്പിക്കുമാറാകട്ടെ. ആ കലിമത്തിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി മരണപ്പെടുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. യാ അല്ലാഹ്, ജീവിതത്തിൻ്റെ സുഖത്തിലും ദുഃഖത്തിലും, ഉയർച്ചയിലും താഴ്ചയിലും, തകർച്ചയിലും തളർച്ചയിലും ഉയർച്ചയിലും, രോഗത്തിലും ആരോഗ്യത്തിലും, ദാരിദ്ര്യത്തിലും ഐശ്വര്യത്തിലുമെല്ലാം നിന്റെ കലിമത്ത് പണയം വെക്കാതെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ കേട്ട വിഷയങ്ങൾ ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് ഞങ്ങളുടെ കുടുംബങ്ങളിലും, ഞങ്ങളുടെ സഹോദരങ്ങളിലും, അയൽപക്കങ്ങളിലും, പരിചയങ്ങളിലുമെല്ലാമുള്ള
ഷിർക്കിലകപ്പെട്ടു പോയ മനുഷ്യർക്ക് നസീഹത്തോടെ ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം നിന്നിലേക്ക് തിരിച്ചു വരുമ്പോൾ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വഹദാനിയത്തിൻ്റെ കലിമത്ത് ഉച്ചരിച്ചുകൊണ്ട് മടങ്ങി വരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله.